മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരജോഡികളാണ് യുവ കൃഷ്ണയും മൃദുല വിജയും. പരമ്പരയിലൊക്കെ വന്ന ശേഷമാണ് ഇരുവരും തമ്മിൽ ആദ്യം സുഹൃത്തുക്കളാകുന്നത്. പിന്നീട് വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിന് യുവയും മൃദുലയും സമ്മതിക്കുകയായിരുന്നു. എല്ലാ പേരുടെയും സന്തോഷത്തോടെയും അനുഗ്രഹത്തോടെയും വിവാഹം കഴിച്ചവരാണ് യുവ കൃഷ്ണയും മൃദുല വിജയും. ഇവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ ഇവരുടെ സ്വന്തം സോഷ്യൽ മീഡിയ പേജിലൂടെയും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലൂടെയും ഇവർ തന്നെ ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട്. നിരവധി പ്രേക്ഷക പിന്തുണയാണ് യുവയ്ക്കും മൃദുലയ്ക്കും ലഭിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ തങ്ങളുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചും വിവാഹം നടത്തിയ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ മനസ്സ് തുറന്ന് എത്തിയിരിക്കുകയാണ് മൃദുല തന്നെ. വിവാഹ ചിലവുകളെക്കുറിച്ചാണ് മൃദുല പറയുന്നത്. കടം വാങ്ങി ആഡംബരം കാണിക്കാനുള്ള ഒന്നല്ല വിവാഹമെന്നാണ് മൃദുല പറയുന്നത്. ലളിതവും അതുപോലെ സുന്ദരവുമാകണം വിവാഹം. ഒരു ദിവസത്തെ ആവശ്യത്തിന് വേണ്ടി ആർഭാടങ്ങൾ കാണിക്കുന്നതിനോട് തനിക്ക് യോജിപ്പില്ലെന്നും മൃദുല പറയുന്നുണ്ട്. കല്യാണം എങ്ങനെയായാലും ദാമ്പത്യമായിരിക്കണം സുന്ദരം. കല്യാണം എങ്ങനെ നടത്തിയാലും മുൻപോട്ട് ഭർത്താവുമായുള്ള ജീവിതമായിരിക്കണം എപ്പോഴും സന്തോഷകരമായി മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് എന്നാണ് മൃദുല പറയുന്നത്. ജൂലൈ 8-നായിരുന്നു മൃദുലയും യുവയും തമ്മിൽ വിവാഹിതരാകുന്നത്. അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമായിരുന്നു ഇവരുടെ വിവാഹത്തിൽ പങ്കെടുത്തത്. വിവാഹമെന്ന ഒരു ദിവസത്തിന് വേണ്ടി ആവശ്യമില്ലാതെ പണം കളയരുതെന്നും അത്യാവശ്യത്തിനുള്ള ഒരുക്കങ്ങൾ മാത്രമാണ് ചെയ്യേണ്ടതെന്നാണ് തൻ്റെ അഭിപ്രായമെന്നും മൃദുല വ്യക്തമാക്കുകയാണ്. കാണുന്നവർക്ക് വൃത്തികേടായി തോന്നുവാനും പാടില്ല, എന്നാൽ നമ്മുടെ ആഗ്രഹത്തിലുള്ള പോലെ ചില കാര്യങ്ങളൊക്കെ നല്ലതായി ഉണ്ടാവുകയും വേണം. ശാന്തമായ ഒരു വിവാഹമായിരുന്നു യുവയുടെയും മൃദുലയുടെയും. ആഡംബരങ്ങളൊന്നും തന്നെ വലുതായിട്ടുണ്ടായിരുന്നില്ല, എന്നാൽ കാണുന്നവർക്ക് മോശമായി തോന്നിയിട്ടുമില്ല. എൻ്റെ കുടുംബവും യുവേട്ടൻ്റെ കുടുംബവും ഇതിനെല്ലാത്തിനും പിന്തുണച്ചു എന്നും മൃദുല പറയുന്നുണ്ട്. തൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തി സ്ത്രീധനം വാങ്ങാത്തയാളായിരിക്കണമെന്ന നിർബന്ധമുണ്ടായിരുന്നു എന്നും മൃദുല പറയുകയാണ്. ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിലാണ് മൃദുലയും സഹോദരിയും വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ കഷ്ടപ്പാടും പണത്തിൻ്റെ വിലയും എന്താണെന്ന് മൃദുലയ്ക്ക് നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പണത്തിന് വാല്യൂ നൽകുന്നുണ്ടെങ്കിലും അത് ജീവിക്കാൻ വേണ്ടിയായിരിക്കണമെന്നാണ് മൃദുലയുടെ അഭിപ്രായം. പെൺമക്കളായതുകൊണ്ട് തന്നെ ചെറുതിലെ മുതൽ തന്നെ വിവാഹത്തിന് സ്ത്രീധനം നൽകുന്നതിനെക്കുറിച്ചും കുട്ടികളെ കെട്ടിച്ചു വിടുന്നതിനെക്കുറിച്ചുമൊക്കെ അച്ഛനും അമ്മയും ചർച്ച ചെയ്യാറുണ്ടായിരുന്നു എന്നും മൃദുല പറയുന്നുണ്ട്. കല്യാണത്തിന് എത്ര പവൻ നൽകണം, എന്ത് സ്ത്രീധനം കൊടുക്കണമെന്നും ചെറുക്കൻ്റെ വീട്ടുകാർ ഇതൊക്കെ ചോദിക്കുമെന്നും അച്ഛനും അമ്മയും ചെറുതിലെ തന്നെ ആകുലപ്പെട്ടതായി മൃദുല പറയുന്നു. എന്നാൽ ഇതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് അന്ന് തന്നെ മൃദുല ചോദിക്കാറുണ്ടായിരുന്നു അത്രേ. അതുകൊണ്ട് തന്നെ സ്ത്രീധനം ചോദിക്കാത്ത ഒരാളെയായിരുന്നു തനിക്ക് ആഗ്രഹമെന്നും തനിക്ക് കിട്ടിയ വ്യക്തി അങ്ങനെ ഒരാൾ തന്നെയാണെന്നുമാണ് മൃദുല പറയുന്നത്. യുവ ഇന്ന് വരെ തനിക്ക് എന്താണ് ലഭിച്ചതെന്നും തനിക്ക് ലഭിച്ച ആഭരണങ്ങൾ എവിടെയാണെന്നും അന്വേഷിച്ചിട്ടില്ല എന്നും മൃദുല തുറന്നു പറയുന്നു. യുവയുടെ വീട്ടുകാരും അതുപോലെ തന്നെയാണെന്നുമാണ് മൃദുല പറയുന്നത്. കടം വാങ്ങി കല്യാണാഘോഷം നടത്തുന്നതിനോട് താല്പര്യമില്ല എന്നാണ് മൃദുല വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ കടം വാങ്ങി വിവാഹം നടത്തിയ ശേഷം പിന്നീട് ആ കടം വീട്ടാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് അച്ഛനമ്മമാരെ തനിക്ക് അറിയാമെന്നും മൃദുല പറയുന്നുണ്ട്. എൻ്റെ സമ്പാദ്യം വിവാഹത്തിൽ പൊളിച്ചു കളയാൻ താല്പര്യപ്പെടാത്ത ഒരാളാണ് ഞാൻ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശല്ലേ, കല്യാണം കഴിഞ്ഞും ജീവിക്കാൻ പണം വേണ്ടേ എന്നും മൃദുല ചോദിക്കുന്നുണ്ട്. തൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടാണ് ജീവിച്ചതെന്നും ഒരു സ്വകാര്യ സ്ഥാപനത്തിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തതെന്നും അതുകൊണ്ട് തന്നെ സമ്പാദ്യം വളരെ കുറവായിരുന്നു എന്നും തുറന്നു പറയുകയാണ് മൃദുല. താൻ ജനിച്ചതും വളർന്നതുമൊക്കെ വാടക വീടുകളിലായിരുന്നു. ഇപ്പോൾ താമസിക്കുന്നത് 13ാമത്തെ വാടക വീട്ടിലാണ്. കഷ്ടപ്പാട് കണ്ടു തന്നെയാണ് താനും സഹോദരിയും വളർന്നത്. 16ാമത്തെ വയസ്സു മുതലാണ് കുടുംബകാര്യവും എൻ്റെയും അനിയത്തിയുടെയും കാര്യവുമൊക്കെ താൻ ആലോചിച്ചു തുടങ്ങിയതെന്നും മൃദുല വ്യക്തമാക്കുന്നു. അതോടെ അച്ഛനെ പോലെ തനിക്കും തൻ്റെ കുടുംബകാര്യത്തെക്കുറിച്ച് ടെൻഷനായെന്നും 15ാം വയസ്സു മുതൽ സിനിമയിൽ ശ്രദ്ധിച്ചു തുടങ്ങിയെന്നും താരം വ്യക്തമാക്കുന്നു. എന്നാൽ സിനിമയിൽ വലുതായി ശ്രദ്ധിക്കപ്പെടാൻ താരത്തിന് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് സീരിയലിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടുകൂടിയാണ് മൃദുലയുടെ ജീവിതം മാറിമറിയുന്നത്. ആദ്യത്തെ സീരിയൽ മുതൽ ലഭിച്ച എല്ലാ കാശും അമ്മയുടെ കയ്യിൽ കൊടുത്തുവെന്നും അമ്മ അതെല്ലാം സ്വർണമായി ശേഖരിച്ചു എന്നും മൃദുല തുറന്നു പറയുകയാണ്. തൻ്റെ കല്യാണത്തിനുള്ള എല്ലാ ചെലവുകളും താൻ തന്നെ സ്വന്തമായി നടത്തിയെന്നും അഭിമാനത്തോടെ പറയുകയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മൃദുല.